എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ പ്രകാശനാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിപ്പോവാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ കാർത്തിക കറക്റ്റായിട്ട് വിളിച്ചു. കാർത്തികയാണെങ്കിലോ, അതെ അച്ഛാ, എന്തായാലും ഇന്ന് ക്ഷേത്രത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇന്ന് അവിടെ പ്രത്യേക ഒരു വഴിപാടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അച്ഛൻ അതുകൊണ്ട് ആ ഒരു പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അഭിവൃദ്ധിയും അതുപോലെ തന്നെ ധനവും ഒക്കെ വന്നു ചേരുമെന്നാണ്. ഞങ്ങളുടെ ഈ നാട്ടിൽ ചെന്നൈയിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നും ഒക്കെ പറഞ്ഞു. പ്രകാശൻ ചോദിച്ചു, എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? അച്ഛ, അവിടെ നാരി പൂജ നടക്കുന്നുണ്ടല്ലോ, അപ്പം ബാലികകളുടെ കാല് കഴുകി കൊടുക്കുന്ന ഒരു ചടങ്ങാണത്. മോളെ, നീ എന്തായി പറയുന്നത്? അച്ഛൻ പെൺപിള്ളേരുടെ കാല് കഴുകി കൊടുക്കണമെന്നാണോ? അതെ അച്ഛ, അച്ഛൻ അറിയില്ല, ഇവിടെയൊക്കെ ആ പൂജ നടക്കുമ്പോഴത്തേക്കിനും 150 ആൾക്കാരുടെയൊക്കെ കാലൊക്കെ കഴുകി കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാണ് എന്നൊക്കെ പറയുമ്പം എന്നാ ആയിക്കോട്ടെ മോളെ, നീ പറഞ്ഞ എന്തായാലും അച്ഛന് മറവാക്കില്ലല്ലോ. അച്ഛ, അച്ഛന് മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അത് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ നമ്മുടെ കാർത്തിക പറയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശ് എന്താ പെട്ടു. കാർത്തിക പറഞ്ഞത് കേൾക്കാതിരിക്കാനും പറ്റത്തില്ല. മനസ്സില്ലാത്ത ഒരു കാര്യം എന്താ ചെയ്യാനും പോവുകയാണ്. ഇനി അവളെങ്ങാനും പറഞ്ഞതുപോലെ തന്നെ തൻ്റെ മകൻ്റെ ജീവിതത്തിലും തൻ്റെ ജീവിതത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായാലോ. അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും അത് ചെയ്യാതിരിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് പ്രകാശൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണെങ്കിലും കാർത്തികയുടെ അമ്മ അമ്പലത്തിലെത്തി. പുള്ളിക്കാരിയാണെങ്കിലോ നമ്മുടെ കാർത്തികയെ വിളിച്ചു, മോളെ, ഞാൻ അമ്പലത്തിലുണ്ട്. അമ്മ അമ്പലത്തിലെത്തിയല്ലോ. ദേ, പ്രകാശനെ ഇപ്പം ഞാൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അങ്ങേര് ക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കിപ്പോൾ കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു. അതേ മോളെ, അത് കാണാൻ തന്നെയാണല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. അമ്മ, അതുപോലെ തന്നെ അവിടെ ദീപ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ കാർത്തിക പറയാണ്. ദീപ വന്നിട്ടുണ്ടോ? അതെ അമ്മ, ഞാൻ അവിടെ കമ്മിറ്റിക്കാരും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ വന്ന കാര്യമൊക്കെ ഈ കമ്മിറ്റിക്കാരനാണ് എന്നെ വിളിച്ച് അറിയിച്ചതെന്നും കാർത്തിക പറഞ്ഞു. ഈ സമയത്താണെങ്കിലോ, അല്ല, അവരെ അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് ചോദിക്കുമ്പം, ഇല്ലല്ലോ മോളെ, ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മ, അവര് ഒരു സെറ്റ് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മയെ പോലെ തന്നെ അവർ സുന്ദരിയാണെന്ന് കാർത്തിക പറയുകയാണ്. അന്നാ ഞാൻ അവരെ കണ്ടെത്തിക്കോളാന്നും പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ഫോൺ വെക്കുകയാണ്. എന്തായാലും അമ്മേ, ഫോൺ വെക്കുന്നതിന് മുന്നേ അയാൾ പാദപൂജ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്കെടുത്ത് അയച്ചേക്കണം കേട്ടോ. ആയിക്കോട്ടെ മോളെ എന്നും പറഞ്ഞ് പുള്ളിക്കാരി ഫോൺ വെക്കുകയാണ്. അങ്ങനെ പ്രകാശ് എന്താ തിരുമേനിയുടെ അടുത്ത് എന്നിട്ട്, തിരുമേനി, വഴിപാടൊക്കെ ചെയ്യാനായിട്ട് ഞാൻ വില്ലിങ് ആണ്, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. 3 പെൺപിള്ളേർ അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദാ ആദ്യമേ തന്നെ ഇവരുടെ കാലൊക്കെ കഴുകിയിട്ട് ആ ഒരു ചന്ദനമൊക്കെ അവരുടെ കാലിൽ ചാർത്തി കൊടുക്കാൻ പറഞ്ഞു. പ്രകാശനാണെങ്കിലും, ഞാൻ കഴുകണമെന്നാണോ പറയുന്നത്? അതെ, നിങ്ങൾ തന്നെ കഴുകണം. എന്തായാലും മനസ്സ് ശുദ്ധമായിരിക്കണം. ഒരു കാരണം വെച്ചാലും മനസ്സില്ലാതെ ഈ ഒരു കാര്യം ചെയ്യരുതെന്നും കൂടി നമ്മുടെ പ്രകാശനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുമേനി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുകയാണ്. അങ്ങനെ തിരുമേനി പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ പ്രകാശൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദീപയാണെങ്കിലോ, ഈശ്വര, ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ദീപയ്ക്ക് ഭയങ്കര സംശയം. ദീപ ഇതൊക്കെ ചിന്തിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലോ, എന്ത് ചെയ്യാനാ, ആ നാശം പിടിച്ചോള് ഇവിടുന്ന് പോയിട്ടും ഇല്ല. പിന്നെ എനിക്കിപ്പോൾ ഇത് ചെയ്യാതെ മറ്റു മാർഗങ്ങളും ഇല്ലല്ലോ. അങ്ങനെ മനസ്സോടു കൂടി ആ ബാലികകളുടെ പാദപൂജയൊക്കെ ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ പ്രകാശൻ. അങ്ങനെ അവസാനം അവരുടെ കാല് കഴുകിയ വെള്ളം വരെ നമ്മുടെ പ്രകാശൻ മുഖം കഴുകേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പ്രകാശൻ ദാ വന്ന് നിൽക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞ ഇതൊന്നും കാർത്തികയുടെ പ്ലാനാണെന്നും അതുപോലെ തന്നെ തന്നെ കൊണ്ട് ഇവറ്റകളൊക്കെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണെന്ന് പോലും പ്രകാശൻ അറിയില്ലല്ലോ. അങ്ങനെ എല്ലാം വളരെ ഭക്തിയോടുകൂടി പ്രകാശൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലും കാർത്തികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കി കാണുകയാണ്. അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അവൾക്ക് ആ ഒരു കമ്മിറ്റിക്കാരെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും നമ്മുടെ കാർത്തിക നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ പ്രകാശൻ ആ ചടങ്ങൊക്കെ ഗംഭീരമാക്കിയിട്ട് മടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ദീപ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചിട്ട് അവൾ മടങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മിയമ്മ വന്നിട്ട് അവളുടെ ആ ഒരു തോളിൽ തട്ടുകയാണ്. അപ്പോൾ ലക്ഷ്മിയെ കണ്ടതും, ആരെ എനിക്ക് മനസ്സിലായില്ലല്ലോ ഒന്ന്,
ദീപ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പരിചയക്കാരിയാണെന്ന്. അല്ല ഇവിടെ ഇങ്ങനത്തെ ചടങ്ങൊക്കെ നടക്കുന്നതാണോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പം അത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ആ മനുഷ്യൻ പുള്ളിക്കാരൻ്റെ പെൺമക്കളെയൊക്കെ നല്ലതുപോലെ സ്നേഹിക്കുന്ന ആളായിരിക്കും അല്ലേ? എൻ്റെ പൊന്നു ചേച്ചി, പുള്ളിക്കാരൻ എൻ്റെ ഭർത്താവാണ്. പെൺമക്കളെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഒരുത്തനാണ്. അയാളാണ് ഇങ്ങനെയുള്ളൊരു ചടങ്ങ് ചെയ്യുന്നത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ദീപ ലക്ഷ്മിയോടെ കാര്യങ്ങളൊക്കെ പറയാണ്. ലക്ഷ്മിക്ക് എന്തായാലും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ലക്ഷ്മിയും കാർത്തികയും ഒക്കെ കൂടിയാണല്ലോ. അങ്ങനെ ലക്ഷ്മി നമ്മുടെ ദീപയെ പരിചയപ്പെടുകയാണ്. ചേച്ചിയെ ഇതിനു മുന്നേ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ദീപ ചോദിക്കുമ്പം ഞാൻ ചെന്നൈയിലുള്ളതാണ്. എന്തായാലും കുറച്ചു കാലം ഞാൻ ഈ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഈ പരിസരത്തും ഒക്കെ തന്നെ ഉണ്ടാകും. നമുക്ക് ഇനിയും കാണാമെന്നും പറഞ്ഞ് ദീപയോട് യാത്രയും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അവിടുന്ന് പോരുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടെ അവര് സാരിയൊക്കെ പർച്ചേസ് ചെയ്തല്ലോ, അതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. എങ്ങനെയുണ്ട് കല്യാണി, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരുമെന്നും പറഞ്ഞ് കിരൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കല്യാണി പറഞ്ഞു, കിരണേട്ടാ എല്ലാം എൻ്റെ കിരണേട്ടൻ്റെ സെലക്ഷൻ ആണല്ലോ, ഒരിക്കലും അതൊന്നും മോശമാവില്ല, എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാം നന്നായിട്ട് ചേരുന്നുണ്ടെന്നും പറഞ്ഞ് കല്യാണി ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മുടെ രൂപ വിളിക്കുകയാണ്. രൂപ പറഞ്ഞു, അതെ നാളെ എന്തായാലും എൻ്റെ മോള് പോവുകയല്ലേ, അതിനു മുന്നേ രണ്ടുപേരും ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടെ എത്തിക്കോണം, ഇവിടുന്ന് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അമ്മ ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരാനിരിക്കുമായിരുന്നു, കല്ലുമോനെ അമ്മയുടെ അടുത്ത് ആക്കാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇനിയൊന്നും ഞാൻ പറയണ്ടല്ലോ, വൈകുന്നേരം നിങ്ങൾ 3 പേരും കൂടെ ഇങ്ങോട്ട് എത്തിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ രൂപ വളരെ സന്തോഷത്തിൽ ഫോൺ വെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ദീപ അമ്പലത്തിൽ പോയിട്ട് അവിടെ എത്തുകയാണ്. അപ്പം ദീപ വന്നതും എന്താ അമ്മേ, അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. മോളെ ഇന്ന് അമ്പലത്തിൽ എന്താ നടന്നേന്ന് മോൾക്ക് വല്ലതും അറിയാവോ? പ്രകാശൻ എന്ന് പറയുന്ന നിന്റെ അച്ഛൻ ഒരുപാട് മാറിയിരിക്കുന്നു. അമ്മ ഇതെന്തൊക്കെയാ അമ്മ ഈ പറയുന്നെന്ന് കല്യാണി ചോദിക്കുകയാണ്. അതേ മോളെ, ഇന്ന് ഇതുവരെ ഞാൻ ആ അമ്പലത്തിൽ ഇങ്ങനെയുള്ളൊരു ചടങ്ങ് കണ്ടിട്ടേ ഇല്ല. അമ്പലത്തിൽ വന്നിട്ട് പ്രകാശൻ അതും പിള്ളേരുടെ കാലൊക്കെ കഴുകിയിട്ട് അയാൾ ആ കാല് കഴുകിയ വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകിയെന്ന് പറഞ്ഞു. അമ്മ ഇത് എന്തൊക്കെയാ അമ്മ ഈ നടക്കുന്നത്? കല്യാണിക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കല്യാണി പറഞ്ഞു, അമ്മ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേ. മോളെ ഇന്ന് അമ്പലത്തിൽ നാരി പൂജ എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങൊക്കെ നടത്തി. ആ ചടങ്ങിന് നേതൃത്വം കൊടുത്തത് പ്രകാശനാണ്. പ്രകാശനോ? അപ്പൊ പ്രകാശൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് കിരൺ പറയാണ്. മോനെ അതൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും അയാൾ ആ പെൺപിള്ളേരുടെ കാലും കഴുകി കൊടുത്തു. അതുപോലെ തന്നെ ആ കാല് കഴുകിയ വെള്ളം കൊണ്ട് അവനവൻ്റെ മുഖവും കഴുകി. ശരിക്കും പറഞ്ഞാൽ അവൻ ആ വെള്ളം കുടിക്കേണ്ടതായിരുന്നു എന്ന് നമ്മുടെ ദീപ പറയാണ്. അപ്പം അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഏതോ ഒരു പെൺപിള്ളേരുടെ പേരിൽ എന്തോ വഴിപാട് നടത്തി. ലക്ഷ്മി എന്തോ മറ്റോ ആണ് പേരെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ലക്ഷ്മിയോ ഇനി അയാൾ കല്യാണം കഴിക്കാൻ എങ്ങാനും പോകുന്ന പെൺപിള്ളേരെങ്ങാനും ആയിരിക്കുമെന്നും പറഞ്ഞിട്ട് ദീപ ഇങ്ങനെ പറഞ്ഞതും അച്ഛൻ കല്യാണം കഴിക്കുമോ അതിൽ സംശയമാണ്. മിക്കവാറും വിക്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കല്യാണാലോചന വന്ന് കാണും. ആ കൊച്ചിൻ്റെ പേരായിരിക്കും ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ആ മോളെ എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ് അമ്മ കണ്ടത്, അമ്മയ്ക്ക് വലിയ സന്തോഷമായെന്നൊക്കെ പറഞ്ഞിട്ട് ദീപ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം കിരണിനും കല്യാണിക്കും ഒക്കെ ഒപ്പം ഒരുപാട് സന്തോഷമായി. പ്രകാശൻ എന്ന് പറയുന്ന തൻ്റെ തന്ത മുട്ടുമടക്കിയിരിക്കുന്നു, അതും ദേവിക്ക് മുന്നിൽ. നമ്മുടെ കല്യാണിയോട് അത്രമാത്രം ക്രൂരതയാണല്ലോ ഇയാൾ ചെയ്തു കൂട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്ന് വന്നിരുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്